എത്രയോ നിന്റെ അച്ഛനടാ ഞാനെന്താണ് കുട്ടികളുടെ ചണ്ടയാ വരണവന് പോണവനെ കടിക്കാൻ. ചെറുത്താന്റെ വണ്ടി വന്നു. നിനക്കറിയോ നിന്റെ അമ്മയുടെ മേരിക്കുട്ടിയുടെ ഓർമ്മയ്ക്ക എന്റെ മോൾക്ക് ഞാൻ മേരിന്ന് പേരിട്ടത്. എന്റെ ഭാര്യ എതിർത്തു, ബന്ധുക്കൾ പരിഹസിച്ചു, ഒന്നും ഞാൻ കാര്യാക്കിയില്ല. അത്രയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്നതാ ഞാൻ നിന്റെ അമ്മയെ. ഇപ്പൊ നിന്റെ മനസ്സിലും എന്റെ മോളുണ്ടെന്ന് എനിക്കറിയാം. നീ അവളെ സ്നേഹിക്കണം. ഞാൻ മേരിക്കുട്ടിയെ സ്നേഹിച്ചതുപോലെ ഒരുപാട് സ്നേഹിക്കണം. അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നത് വരെ സ്നേഹിക്കണം. എന്നിട്ട് വേണം എനിക്ക് അവളെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കണം. അത് ഈ ഇട്ടിയച്ഛൻ്റെ ഒരു വാശിയാ, നിന്റെ അമ്മയ്ക്കുള്ളൊരു മറുപടിയാ. അല്ലാതെ എന്റെ പെണ്ണിനെ നിന്റെ അപ്പം കൊണ്ടുപോയ പോലെ എന്റെ മോളെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കണട കപ്പ്യാർക്ക് ഉണ്ടായ മോനെ. അങ്ങനെ നീ വിചാരിച്ചാ നിന്റെ നെഞ്ചത്തുകൂടെ ഈ ബെൻസുകാർ കയറ്റി നിന്നെ കൊല്ലും. ഇട്ടിച്ചായ, കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിച്ചായന്റെ മോൻ ജോണിക്കുട്ടി എന്നെ തല്ലിയതിനു ശേഷം മേരി അല്ല അവളുടെ നിഴലിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. നീ കാണണം, എന്നാലേ എന്റെ മോഹങ്ങൾ പൂവണി. കേറിക്കോളൂ. നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ. എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. വണ്ടി വിടറാ. സ്ത്രീകളുടെ സീറ്റാ അതിന്. ആ കുട്ടി എത്ര നേരെ വിളിക്കുന്നേ? ചെന്നിരിക്കണോ? ചെല്ല്. എന്നിട്ട് വേണം ആളുകൾ അതും ഇതൊക്കെ പറയാൻ. പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് വെറുതെ നമ്പർ? ചെന്നിരിക്കേ. അതിരിക്കട്ടെ, രണ്ടുപേരും കൂടി എങ്ങോട്ടാണ്? ആ കുട്ടി എങ്ങോട്ടോ പോകുന്നു, ഞാൻ വേറെ എങ്ങോട്ടോ പോകുന്നു. എന്നിട്ടാണല്ലേ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? അതും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ്. കാക്കി കൊടുത്തു ക്വസ്റ്റ്യൻ ചെല്ലാധികാരം കണ്ടക്ടർക്ക് ഇല്ലാട്ടാ. അല്ല, രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകുകയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓ, തല ഇറങ്ങിട്ട് വയ്യേ, തല ഇറങ്ങിട്ടാ. ഒന്ന് ഇരുന്നോട്ടെ സിസ്റ്റർ. ചുമ്മാ ചുമ്മാ നമ്മൾ പരിചയമില്ലാത്ത പോലെ ഇരുന്നാ മതി. ബോഡി ടച്ച് ചെയ്യല്ലേ. അതെ, അവര് ഒളിച്ചോടി പോവാണോ? ആർക്കറിയാ? പിന്നെ സാധ്യത ഇല്ലാതില്ല.